വരികളിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ പ്രധാനമായിട്ട് ഒരു മാസ്റ്ററായിട്ട് ഉയർത്തി കാണിക്കാറുള്ളത് ഏത് മങ്കൂസ് മൗലിദ് എടുത്താൽ പിന്നെ ഇർത്തക്കബുത്വാണ്. لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. ഇർത്തക്കബുത്തു പാടലോടുകൂടി ആ പാടുന്ന നേരം ശിർക്കാകുന്നോ, അതോ പാടിന് മുമ്പന്നെ ആള് മുശ്രിക്കായി എന്നാണോ, അതോ പാടുമ്പോ മുശ്രിക്കായി പാടി കഴിഞ്ഞിട്ട് പിന്നാണ് മുസ്ലിമായി തിരിച്ചു വരികയാണെന്നാണോ? എങ്ങനെയൊക്കെയാണ് അത്? എന്താണ് ചോദിക്കേണ്ടത്? കാരണം ഈ ഷിർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ നിസ്കരിക്കുമ്പോ എങ്ങനെ വെച്ചാൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് സലാം വീട്ടുന്ന തക്ബീറത്തുൽ ഇഹ്റാം നോക്കി. നമ്മളിപ്പോ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് സലാം വീട്ടുന്നത് വരേക്കുള്ള ആ ഒരു ടൈമിലുള്ള അതാണ് നിസ്കാരം. അത് സലാം വീട്ടിലോട് കൂടി നിസ്കാരം കഴിഞ്ഞു. എന്നതുമായി സയ്യിദി ഖൈറൻ നബി എന്ന് പറയലോടുകൂടി ശിർക്ക് കഴിഞ്ഞോ? ഈ ഇർത്തക്കബത്ത് തുടങ്ങുമ്പോഴാണോ ശിർക്ക് ഇങ്ങോട്ട് വരുന്നത്? എന്നിട്ട് സയ്യിദി ഖൈറൻ നബി എന്ന് പറയുമ്പോൾ ശിർക്കാൻ പോവുകയാണോ? ഇതിന്റെ ഈ ഗ്യാപ്പിലാണോ ശിർക്കുള്ളത്? ഇത് സ്വഹാബത്തൊന്നും ചെയ്തിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? സ്വഹാബത്ത് വളരെ പ്രസിദ്ധമായ ഒരു സംഭവം നമ്മള് സഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാൻ കഴിയുന്ന വളരെ കുറിക്കുകൊള്ളുന്ന ഒരു സംഭവം തന്നെ ഉണ്ട്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. ഇർത്തക്കബത്തു അൽ ഖത്താ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മലയാളം? ദോഷമെന്ന വാഹനത്തിൽ അറ്റമില്ലാ കേറി ഞാൻ അങ്ങയോടന്യായമായി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇവിടെ ഇപ്പൊ ദോഷിയായ വ്യക്തി ദോഷം ചെയ്തത് നബിയുടെ ശഫാഅത്തിന് വേണ്ടി നബിയോട് അന്യായപ്പെടുകയാണ്, ശിക്കായത്താണ്. അതിനേക്കാൾ ഗുരുതരമായ ഇവിടെ ദോഷം ചെയ്ത ആള് ദോഷം പൊറുക്കണേന്നൊന്നും റസൂലിനോട് പറയുന്നില്ല. എനിക്ക് ഞാൻ തൗബ ചോദിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ തെറ്റു ചെയ്തു, നബി അങ്ങയോട് അന്യായം പറയുന്നു എന്നുള്ള ശിക്കായത്താണ് അവിടെ ഉള്ളത്, നടന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളെന്താ ഉദവിസ്ത എന്താ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വളരെ സ്വഹീഹുൽ ബുഖാരിയുള്ള പ്രത്യേക സംഭവം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോ ഒരു വിരിങ്ങനെ കണ്ടു. വിരിങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖഭാവം വ്യത്യാസപ്പെട്ടു. ആയിഷ ബീവി ആണല്ലോ, റസൂലുള്ളാഹിന്റെ മുഖത്തുള്ള ഭാവ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ തന്നെ കയറിയില്ല. അത് കണ്ടപ്പോൾ ആകെ ബേജാറായി. ഉടനെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. തൗബ ചെയ്യുന്നു എന്നാണ്. ആരോട്? റസൂലിലേക്ക്. തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. അർത്ഥം അല്ലാഹുവിലേക്കും തൗബ ചെയ്യുന്നു, റസൂലിലേക്കും തൗബ ചെയ്യുന്നു. അല്ല, അപ്പൊ റസൂലിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിനോട് റസൂലിനെ പങ്കു ചേർത്ത് ശിർക്ക് വന്നിട്ടുണ്ടാകുമോ? അത് ആയിഷ പറയുന്നത് ആരാണ്? ആയിഷ ബീവി. ആരോടാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി പറഞ്ഞോ അശ്റക്തി, നീ മുശ്രിക്കായി? ആ വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ച അപ്പോഴല്ല ആ ചോദ്യം വരുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇത് ശിർക്കാവുക എന്നേക്കാൾ അന്നുകളില്ല ഇവരുടെ അതാണ് അതിന്റെ സംഭവം. സാബത്തിന്റെ കൂട്ടത്തില് പണ്ട് പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ഞാനും മുസ്തഫ അഷ്റഫിയും കൂടി കോടകിൽ ഒരു മുഖാമുഖത്തിന് പോയി, സിദ്ധാപുരത്ത. അവിടെ ഒരു മുഖാമുഖത്തിന് പോയപ്പോ ഒരാൾ ചോദിക്കുകയാണ്, ഒരു മുജാഹിദിന്റെ ഒരു പ്രവർത്തകൻ ചോദിക്കുകയാണ്, മങ്കൂസ് മൗലിദ് നബിന്റെ കാലത്തുണ്ടോ? മങ്കൂസ് മൗലിദ് നബിന്റെ കാലത്തുണ്ടോ? അപ്പൊ ഞങ്ങള് മുസ്തഫ അഷ്റഫ് ചോദിച്ച്, നിങ്ങൾ ഏതിന്റെ ആളാണ്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പേര്? അപ്പോൾ ISM KNM എന്തോ പറഞ്ഞു. അപ്പൊ തിരിച്ചു ചോദിച്ചു, ഈ KNM ISM എന്നുള്ളത് നബിന്റെ കാലത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ KNM ISM ബിദ്അത്താണോ? നബിന്റെ കാലത്തില്ലാത്തത് എന്നതാണോ ബിദ്അത്തിന്റെ നിർവചനമെങ്കിൽ, നിങ്ങൾക്ക് മൗലവിമാർ പറഞ്ഞു തന്ന നിർവചനം അതാണല്ലോ, എങ്കിൽ അതേ മൗലവിമാരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. എന്നാൽ നമ്മളെ KNM ISM ഒക്കെ ബിദ്അത്താവൂലേന്ന് ചോദ്യം ചോദിച്ചിരുന്നു. മറു ചോദ്യം. മാത്രമല്ല ഈ ഒരു സംഭവത്തിലെ
ഈ സംഭവം ഒരുപാട് മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ, ഷുറാഹുൽ ഹദീസ് ഒക്കെ കണ്ടതാണല്ലോ. അവരാരും തന്നെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇതിൽ ഷിർക്കിൻ്റെത് അടങ്ങിയിട്ടുണ്ട് എന്നോ ഇങ്ങനെ പറയൽ പ്രശ്നമാണെന്നോ ഇർത്തക്കബത്തു ചർച്ചയാക്കുന്ന ആളുകൾ പറയേണ്ടതാണ്. മറുപടിയാണ്. ഏതെങ്കിലും ഒരു മുഫസ്സിറോ മുഹദ്ദിസോ ഷുറാഹുൽ ഹദീസിൽപ്പെട്ട ഏതെങ്കിലും ഒരു മഹാനോ ഈ ഒരു വിഷയത്തിൽ ഈ ഹദീസിൽ ഷിർക്ക് അടങ്ങിയിട്ടുണ്ട് എന്ന് വിശദീകരിച്ചോ? നല്ല ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്കാണല്ലോ. അത്തൂബ് ഇലല്ലാഹ്, അഷ്കു എന്നല്ല പറഞ്ഞത്, അതൂബു എന്നാണ്. നേരിട്ടുള്ള പ്രയോഗമാണ്. പിന്നെ അവിടെ വേറെ വിഷയം കൂടി ഉള്ളത്, ഇത് ശിക്കായത്ത്. സാധാരണ സൂറത്ത് യൂസുഫിൽ ഒരു ആയത്തുണ്ടല്ലോ, ഇന്നമാഷ്കു യാക്കൂബ് നബി പറയുന്നുണ്ട്, ഞാൻ ശിക്കായത്ത് ചെയ്യല്, പരാതി, അന്യായം ബോധിപ്പിക്കൽ അള്ളാഹിനോട് മാത്രം. അപ്പൊ അത് അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്നത് ആ ഹസറിന്റെ ആ ക്ലിപ്തതയുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ വഹാബിയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ ഇവിടെ ഇർത്തക്കബത്തൂല റസൂലുള്ളാഹിനോട് അന്യായം ബോധിപ്പിച്ചില്ലേ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവരാ മനസ്സിലാക്കിയതുപോലെയാണെങ്കിൽ പരിശുദ്ധ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതേ ശിക്കായത്ത് ഇർത്തക്കബത്തു അലൽ ഖത്താ വൈറ ഹസരിൻ വ അദദിൻ ലക അഷ്കു എന്ന് പറഞ്ഞ അതേ ശിക്കായത്ത്, മങ്കൂസ് മൗലിദിൽ ഉപയോഗിച്ച അതേ അന്യായപ്പെടൽ പരിശുദ്ധ സഹാബത്ത് നബിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര ഹദീസുകളിലുണ്ട്. ഇമാം നവവിയുടെ അദ്കാറൊക്കെ ഉദ്ധരിച്ചാൽ എത്ര സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. 2 ഉദാഹരണങ്ങൾ മാത്രം വേണമെങ്കിൽ പറയാം. 2 ഉദാഹരണങ്ങൾ. അപ്പോ ആയിഷാ ബീവി എന്ന് നേരത്തെ ഉദവിസ്താവ് പറഞ്ഞതുപോലെ തന്നെ ആയിഷാ ബീവി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ ശക്കന്നാസു പറഞ്ഞ സഹാബത്താണല്ലോ, നബിയുടെ കാലത്തുള്ള അന്നാസ് സഹാബത്താണ്. ശക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തൽ മത്തർ, സ്വഹാബത്ത് നബിയോട് മഴയുടെ വരൾച്ചയെ അന്യായപ്പെട്ടു എന്നാ. എന്താ ഇന്നമാ അഷ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ശിർക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഈ മഴയാകുമ്പോ പിന്നെ അദൃശ്യമായ കാര്യം കൂടിയാണല്ലോ. മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കിണറ്റിന് വെള്ളം കോരി എടുക്കുന്ന മാതിരിയാ? അല്ല, മുജാഹിദിന്റെ വർഗീകരണ പ്രകാരം അത് ഭൗതികമാണോ അഭൗതികമാണോ? ഇവിടെ പഞ്ചായത്തിലൊക്കെ ടാപ്പിട്ട് എന്ന് പറയുന്ന മാതിരിയല്ലോ. അതേമാതിരിയല്ലോ. ഇനി ഹദീസ് വേറെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ ഒരു സഹാബി ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വത ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പരുഷ സ്വഭാവത്തെ കുറിച്ച് നബിയോടാണ് ആവരാതി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സ് മാറ്റാൻ വേണ്ടി. മനസ്സ് മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ശരീരം മാറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശസ്ത്രക്രിയ ചെയ്താൽ മതി. അതെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈക്കോളജി പാസ്സായി വന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു നിലവാരത്തിലല്ലല്ലോ. അപ്പൊ എന്താണ് അത്? അദൃശ്യതയുടെയും നബിയുടെ ആത്മീയമായ ബലത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള അന്യായപ്പെടൽ തന്നെയാണത്. അപ്പോ ഇപ്പൊ സ്വഹീഹുൽ ബുഖാരിയുടെ ആയിഷാ ബീവിയുടെ ആ സംഭവം അതൂബു ഇലല്ലാഹി ഇലാ റസൂലി, സമാനമായി സഹാബത്ത് നബിയോട് അതേ പദപ്രയോഗം നടത്തിയ സംഭവങ്ങൾ വേറെയുണ്ട്. നമുക്കിപ്പോ അത് നിർത്തുക. പിന്നെ ഈ ശിക്കായത്ത് ബോധ്യപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ ഇത് തന്നെയല്ലേ ഇർത്തക്കബത്തു അലൽ ഖത്താ വൈറ ഹസ്നിൻ വ അദദിൻ ലക അഷ്കൂ ഫീഹിയ. പിന്നെ എന്തിന്റെ പേരിലാണ് ശിർക്ക്? വരികളിൽ ശിർക്കുണ്ട്. മൗലിദ് തന്നെ ശിർക്കാണെന്നുള്ളതിൽ നിന്ന് ഒന്നും കിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയാണ് മൗലിദിൽ മൊത്തം പരത്തിയ ശിർക്കില്ല, പക്ഷെ വരിയുടെ ഉള്ളിൽ വരികൾക്കിടയിൽ പണ്ട് കുൽദീപ് നയ്യാറുടെ ഒരു ഭക്തി ഉണ്ടായിരുന്നു, വരികൾക്കിടയിൽ എന്ന് പറഞ്ഞിട്ട്. എന്ന മാതിരി വരികളിൽ ശിർക്ക് കണ്ടെത്തുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ വരികളും മാറിയിട്ട് അക്ഷരങ്ങളിൽ ശിർക്കുണ്ട് എന്നാവും.